Hi, hello my dear students. 2025 നീറ്റ് എക്സാംസിൻ്റെ ഹാങ് ഓവറിലായിരിക്കും നിങ്ങളെല്ലാം എന്ന് എനിക്കറിയാം. പക്ഷേ ഇനി നിങ്ങൾ അതോർത്ത് സങ്കടപ്പെട്ട് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. കാര്യം 2026 നമ്മളുടേതാണ്, നിങ്ങളുടേതാണ്. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ ബയോളജിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ബയോളജിയിൽ നിന്ന് മാത്രമല്ല 26 എക്സാം നമ്മളുടേതാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അത് ചെറിയ രീതിയിലല്ല, വെൽ പ്ലാൻഡ് ആയിട്ടൊരു പ്രിപ്പറേഷൻസ് ഉണ്ടായാൽ മാത്രമേ ഈ 25നേക്കാൾ ഉയർന്ന തലത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ പോലും നമുക്ക് 26ൽ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ വെൽ പ്ലാൻഡ് പ്രിപ്പറേഷൻസ് വേണം. അതിനായിട്ട് നമുക്ക് ബയോളജിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുള്ള 2-3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് 26 ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ബയോളജിയിൽ 360 ഔട്ട് ഓഫ് 360 വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ബയോളജി പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ബയോളജിയിൽ ഞാൻ ഇത്ര സ്ട്രെസ് ചെയ്ത് പറയാൻ കാര്യം 50% മാർക്ക് ബയോളജിയുടെ, അതായത് 360 മാർക്സ് ബയോളജിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിൽ പഠിക്കുമ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ NCERTയുടെ ലേണിംഗ് പാറ്റേൺ ആണ്. അതായത് നമുക്ക് +1 +2 NCERT ടെക്സ്റ്റിൽ ഒരു ലൈൻ പോലും മിസ്സാക്കാതെ, ഒരു ചാപ്റ്റർ പോലും മിസ്സാക്കാതെ, ഒരു ഫിഗർ പോലും മിസ്സാക്കാതെ നമ്മൾ പഠിച്ചെടുത്താൽ നമ്മളുടേതായി 26. ഓക്കെ, അപ്പോൾ ആദ്യമായി നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാം, നല്ല തറോ ലേണിംഗ് ആയിരിക്കണം. ടെക്സ്റ്റിലെ ഓരോ ചാപ്റ്ററും ഒരു ലൈൻ പോലും സ്കിപ്പ് ചെയ്യരുത്. ഞാൻ എടുത്തു പറയുന്നു, ഈവൻ ഒരു ലൈൻ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. ആ രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ കണ്ടന്റ് അറിഞ്ഞ് പഠിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് അറിഞ്ഞ്, നന്നായിട്ട് കണ്ടന്റ് അറിയുക, കണ്ടന്റ് അറിഞ്ഞ് പഠിക്കുക. അത് പറയാനൊരു റീസൺ, നമ്മുടെ 25ലെ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25ൽ നമുക്ക് എത്ര ചാപ്റ്റേഴ്സ്, ബയോളജിയിലെ +1 ചാപ്റ്റേഴ്സിൽ നമുക്ക് 19 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, +2ൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിനും അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസിനും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദിച്ചു. ഇന്ന ചാപ്റ്റർ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത ചാപ്റ്റേഴ്സിൽ നിന്ന് അല്ലാതെയും ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പം നോക്കി, ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒറ്റ ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചിട്ടില്ല, അതൊരു സത്യം. അത് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ഇതുവരെ അധികം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ പ്ലാൻ കിങ്ഡത്തിൽ നിന്ന് ഒരു 2 to 3 ക്വസ്റ്റ്യൻസ് മാത്രം ചോദിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ വർഷം എത്രയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, 5 ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് ഇന്ന ചാപ്റ്റർ ആണ് ഇമ്പോർട്ടൻറ്റ്, ഇന്ന ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ പിന്നെ വെയിറ്റേജ് കൂടുതൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ പഠിക്കാതെ ഇരിക്കുക. നേരെ മറിച്ച് +1ൽ 19 ചാപ്റ്റർ ഉണ്ടെങ്കിൽ ആ 19 ചാപ്റ്റേഴ്സിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ആകെ ചോദിച്ചത് ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, അതായത് 4 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. എന്നാൽ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എവിടുന്ന് വന്നിട്ടുണ്ട്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. 4 ക്വസ്റ്റ്യനും ഫ്രോഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതേപോലെ നമ്മൾ +2ൻ്റെ അതേപോലെ +1ൻ്റെ തന്നെ ഹ്യൂമൻ ഫിസിയോളജി നോക്കുകയാണെങ്കിൽ ബ്രീത്തിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ലോക്കമോഷനിൽ നിന്നോ ന്യൂറൽ കൺട്രോളിൽ നിന്നോ ഒരു ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചിട്ടില്ല. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ, ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു നിങ്ങൾക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ചാപ്റ്ററിനെ മാത്രം അല്ലെങ്കിൽ ഇത്ര ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പഠിക്കാതിരിക്കുക. നേരെ മറിച്ച് എത്ര ചാപ്റ്റർ ഉണ്ടോ ബയോളജിക്ക് ആ എല്ലാ ചാപ്റ്റേഴ്സിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈമാണ്. അതായത് നിങ്ങൾ ബയോളജിയുടെ ടൈമിൽ കുറച്ച് ഫിസിക്സ് കെമിസ്ട്രി കൂട്ടിയായിരുന്നു ഇതുവരെ നമ്മൾ ചെയ്തു വന്നത്. ഈ പ്രാവശ്യം നിങ്ങൾക്ക് എക്സാം ടഫ് ആണെന്ന് പറയുമ്പം അതിനൊരു റീസൺ, ബയോളജിയുടെ ക്വസ്റ്റ്യൻ ഇത്തിരി ലെങ്തി ആയിപ്പോയി. ലെങ്തി ആയപ്പോൾ എന്താ സംഭവിച്ചത്, നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ടൈം മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുമ്പോൾ 26ലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ, പിന്നെയും പറയുന്നു, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസിനും അസർഷൻ റീസൺ ക്വസ്റ്റ്യൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസിന് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കയ്യിൽ നമ്മുടെ ബയോളജിയുടെ ടൈം ഇരിക്കൂ. അതിന് ഞാനൊരു നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, ഈ പ്രാവശ്യം സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് ചോദിച്ച ആ ടൈപ്പിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന 8 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് വന്നത്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന 8 ക്വസ്റ്റ്യനും ലെങ്തി സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു.
അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ വായിച്ച് മനസ്സിലാക്കി വരുമ്പോൾ കുറച്ച് ടൈം എടുക്കും. അതേപോലെ ദാണ്ടെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പം ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്, ഹൗ മെനി ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്, ഇതാണ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെ വരുന്ന 18 ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നോക്കിയാൽ 18 + 8 26 ക്വസ്റ്റ്യൻസും അസേർഷൻ റീസൺ ബേസ്ഡ് ആണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസാ? 5 ക്വസ്റ്റ്യൻസുമാണ് വന്നത്. അവിടെയാണ് നിങ്ങളുടെ ടൈം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ലെങ്തി ആണ്, ടഫ് ആയിരുന്നു എന്നൊരു ഫീല് നിങ്ങൾക്ക് വന്നത്. അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് 26ലെ പ്രിപ്പറേഷനിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു പാറ്റേൺ ആണ് കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വൈസ് ക്വസ്റ്റ്യൻ, അസേർഷൻ റീസൺ പ്രാക്ടീസ് ചെയ്യണം, കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യണം. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ചെയ്തേ പറ്റൂ. ദെൻ അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബയോളജി പഠിക്കുമ്പോഴത്തേക്ക് ഇൻട്രൊഡക്ടറി പാർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, സമ്മറി പാർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാര്യം ഈ പ്രാവശ്യം ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഉണ്ടായിരുന്നു ബയോളജിക്ക്, ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം എക്സാം വരുമ്പോൾ ഒരു തരത്തിലും നമ്മളെ തളർത്തരുത്. അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ, സമ്മറി സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഫിഗേഴ്സ്, ഈ പ്രാവശ്യം ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആകെ എത്രയായിരുന്നു? ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ 3 എണ്ണയുള്ളായിരുന്നു, പക്ഷേ 3ഉം നല്ല സൂപ്പർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇല്ലേ? മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 11 എണ്ണം ഉണ്ടായിരുന്നു. ആ 11 മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിനകത്ത് ചാപ്റ്റർ മിക്സ് ചെയ്തിട്ടാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എപ്പോഴും അടുത്ത ഇയറിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പം മുൻ വർഷം എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് ശ്രദ്ധിക്കുക. കോവിഡ് കഴിഞ്ഞ കാലം മുതൽ ഈ 24 വരെ ബയോളജിയിൽ നമ്മൾ ചതിച്ചിട്ടില്ല. 25ൽ ചതി പറ്റി എന്നല്ല, പക്ഷേ ഒരിത്തിരി ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം വന്നു, ക്വസ്റ്റ്യൻ വായിക്കാൻ കുറച്ച് സമയം എടുക്കേണ്ട പ്രശ്നം വന്നു. അതൊഴിച്ചാൽ ബയോളജി സിമ്പിളായിരുന്നു. പക്ഷേ ഈ പ്രശ്നം പോലും നമുക്ക് ഓവർകം ചെയ്തിട്ടായിരിക്കണം നമ്മുടെ 26 എന്ന് പറയുന്ന ഇയർ നമ്മുടെ ആയിരിക്കണം, നിങ്ങളുടെ ആയിരിക്കണം. അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും കളയാനില്ല. നല്ല രീതിയിൽ നല്ല പ്ലാനിങ്ങോടുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ എല്ലാ തരത്തിലുള്ള എല്ലാവിധ ആശംസകളും നേടുന്നു. ഓൾ ദ ബെസ്റ്റ്.